ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേക്കാണ് ലെച്ചസ് കേക്ക്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾക്കൊരു കേക്ക് വേണം. ആ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്പോഞ്ച് വാനില കേക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കി അത് നമ്മൾക്ക് നല്ല സോഫ്റ്റ് വാനില കേക്കാണ്. ഇത് നമ്മൾക്ക് ഇതിനകത്തേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് നല്ല പോലെ കുഴികളിടണം. ഇങ്ങനെ ഫോർക്ക് കൊണ്ട് നമ്മൾക്ക് കുത്തി കുത്തി കൊടുക്കാം. നിറച്ചും കുഴികളിടാം. ഇങ്ങനെ കുഴികളിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സോസ് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിച്ചെല്ലണം. ഇത് നല്ല പോലെ മോയിസ്റ്റായിട്ട് കിട്ടണം. എന്നിട്ട് ഇതിപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് കേക്കാണ്. ഇപ്പം നിറയെ കുഴികളിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഡാർക്ക് റം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്കിനകത്ത് ഈ റം ചേർക്കുമ്പോഴത്തെ ടേസ്റ്റ് അറിയാമല്ലോ. നല്ല പോലെ എല്ലായിടത്തും ഒരുപോലെ തേച്ച് കൊടുക്കും. ഇനി നമ്മൾക്ക് വേണ്ടത് 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണിത്. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നിനകത്ത് 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നിനകത്ത് 1/2 ടിൻ നല്ല കട്ടിയുള്ള പാൽ അതും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി വേണ്ടത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. അത് ഞാൻ ഈ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുവാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് താഴെയാണ് കിടക്കുന്നത്. അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവനായിട്ടും എല്ലാത്തിലേക്കും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്പ് ക്രീം ചേർക്കുന്നുണ്ട്. അത് ലൂസാക്കിയിട്ട് മാത്രം, വിപ്പ് ചെയ്യാതെ. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പതിയെ നമ്മൾക്ക് ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എല്ലാ ഹോളിലേക്കും നല്ല പോലെ ചെല്ലണം. അതുപോലെ നിറച്ച് നനയുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തത് മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾക്ക് ഇതിങ്ങനെ കോരി ഒഴിച്ചുകൊണ്ട് ഇത് അടിയിൽ കൂടെ ഇതിലേക്ക് കയറും. ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇത് മുഴുവൻ ഇത് ആക്കിയെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഞാനൊരു സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ നമ്മൾ ഒഴിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ ഈ കേക്ക് അങ്ങ് കുടിക്കും. അങ്ങനെ ഈ കേക്കിലേക്ക് ഇത് മുഴുവൻ അങ്ങ് അബ്സോർബ് ആവും. പിന്നെ ഒരു കാര്യമുണ്ട്, കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മുകളിലൊക്കെ ഇച്ചിരി റഫായിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ചെറിയൊരു പാളി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒഴിക്കാം. ഇതെല്ലാം കൂടെ ഒഴിക്കാം. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് അങ്ങ് കയറും. ഇതിപ്പം നല്ല സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ അത് ഇപ്പം തന്നെ സോഫ്റ്റായി. ഇപ്പം ആയതുകൊണ്ട് ഞാനിതിൽ മുകൾ വശം കട്ട് ചെയ്തൊന്നും കളയാഞ്ഞത്. ഇതിന് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാം. ഇനി ഈ കേക്കിനൊരു ടോപ്പിംഗ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൊടുത്തു. നമ്മൾക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്.
ഇപ്പോൾ ഷുഗർ ഇത്രയും കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇത്രയും ഒരു 1.5 ടേബിൾ സ്പൂൺ വരുന്ന അത്രയും ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ചിടണം. ബട്ടർ ഇങ്ങനെ ഉരുകി വരുന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് 1 കപ്പ് പാലൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മൾക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇതിനെ ഈ കട്ട ഇങ്ങനെ വരും. കട്ട ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ ഇങ്ങനെ ഉരുക്കി ഇങ്ങനെ ചെറിയ ചൂടിലിട്ട് ഇങ്ങനെ ഇളക്കി അത് ഉരുകി വരും. ഈ ഉരുകി ഇങ്ങനെ കഴിയുമ്പോൾ ഇതിനെ നല്ലപോലെ ഒരു ക്രീമാക്കി കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്, കണ്ടോ? പഴയതിലും നല്ലപോലെ കുറുകി നല്ല ഒരു ടെക്സ്ചറിലായി വരുന്നുണ്ട്. ഇതിനി കുറച്ചുകൂടെ കുറുകി നമ്മൾക്കിങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിക്കാവുന്ന രീതിയിൽ ആക്കിയെടുക്കാം. കുറച്ചുകൂടെ കുറുകണം. ഫ്ലെയിം ഒത്തിരി കൂട്ടിയൊന്നും ഇടണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ നമുക്ക് കുറുക്കി എടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. ഇതുപോലെ എടുത്ത് കുടിക്കാൻ തോന്നും. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചു തരാം, കണ്ട? ഇതിനകത്ത് അങ്ങനെ തരിയോ അങ്ങനെ ഒന്നുമില്ല. നല്ല കുറുകിയ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ലിക്വിഡ്. ഇത് നമ്മൾക്കിത് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇത് ഇച്ചിരി ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ ഇച്ചിരി കൂടി ഇതൊന്ന് കുറുകും. ചൂട് മാറുമ്പം കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് അത് തണുക്കാനായിട്ട് വെച്ചതേ ഉള്ളൂ. ഞാനും ബാക്കി ഇരിക്കുന്ന റമ്മ അതിനകത്തുനിന്ന് കുറച്ചും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി ഇതൊന്ന് തണുത്തോട്ടെ. ഇപ്പോൾ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്നും വെളിയിലേക്ക് ഇറക്കി. ഇത് നല്ലപോലെ കുതിർന്ന് കണ്ടോ? ഇപ്പം ഇവിടെ കിടന്ന എല്ലാ പാലിൻ്റെ എല്ലാം ഇതിനകത്തേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുവാണ്. ഞാൻ ഈ ക്രീം ഒന്ന് താഴത്തെ തട്ടി വെച്ച് ഒന്ന് തണുപ്പിക്കാൻ വെച്ചായിരുന്നു. അത് നമ്മൾക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ക്രീമിന് മുകളിലത്തെ ഈ മിൽക്ക് കാരമലിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ടോഫി കഴിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഇങ്ങനെ ആ ബൗളിലെ മുഴുവൻ എടുത്തു കൊടുത്തു. ഞാൻ കുറച്ച് ഈ ക്രീം കാരമൽ മിൽക്ക് എടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചായിരുന്നു. അത് നമ്മൾക്കിങ്ങനെ അതും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ചുമ്മാ ഇങ്ങനെ ഒന്ന് മുകളിൽ കൂടി ഒന്ന് ഒരു ഡിസൈൻ പോലെ ഒന്ന് കൊടുക്കാം. ഇപ്പോഴത്തെ ഇതിലത്തെ ഇങ്ങനെയും കൂടെ കാണും. ഇതിനി നാം കട്ട് ചെയ്ത് കാണിക്കാം. കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റാണ്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ മുറിച്ച ഭാഗം കാണണം. ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ താഴത്തെ ആ പാലെല്ലാം കൂടെ നമ്മൾ ആ ചേർത്ത പാലിൻ്റെ എല്ലാം കൂടെ നല്ല കുതിർന്നത് ഇങ്ങനെ ഒഴുകി നിൽക്കുവാണ്. അടുത്ത ബൗളിലേക്കും കൂടെ എടുക്കാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ പാലിൽ കുതിർക്കാൻ വെച്ചത് അതേപോലെ കുറച്ചെടുത്ത് വേറെ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് അത് നമ്മൾക്ക് ഈ കേക്കിൻ്റെ ഈ സോസറിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യണം. ഇങ്ങനെ ചുറ്റിനും ഒന്ന് ഒഴിച്ചിട്ട് സോസറിലേക്ക് കുറച്ച് ഇങ്ങനെ ഒഴിക്കണം. അപ്പോൾ ഈ കേക്ക് ഇതിനകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കും.
ഇങ്ങനെ ഒഴിക്കാം. ഇപ്പം നമ്മൾക്കിത് സെർവ് ചെയ്യാം. അതെ, ഇങ്ങനെയാണ് ഈ കേക്ക് സെർവ് ചെയ്തത്. ഇത് വളരെ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പം സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പം മിൽക്ക് ഒഴിച്ചു. അല്ലേ തന്നെ ഈ മിൽക്ക് നമ്മൾ അന്നേരം ആദ്യം ഒഴിച്ച മിൽക്ക് മുഴുവനായിട്ടും ഈ കേക്ക് ഇങ്ങനെ കുടിച്ചിങ്ങനെ കുതിർന്നിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ കഴിക്കുമ്പം നല്ല പാലായിട്ട് നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലെച്ചസ് കേക്ക് ഇഷ്ടമായില്ലേ? വിത്ത് ക്യാരമൽ മിൽക്ക് ടോപ്പിംഗ്. എല്ലാവരും ഇതിന് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.